നമസ്കാരം. കോൺഗ്രസിന് രാവണ മനോഭാവം എന്ന ബി.ജെ.പി. പ്രചരണത്തെ ചെറുക്കാൻ അതിവേഗ നീക്കങ്ങളുമായി കോൺഗ്രസ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്തതിൽ വിശദീകരണവുമായി എ.ഐ.സി.സി. നേതൃത്വം എത്തുന്നത് ബി.ജെ.പി. പ്രചരണത്തെ ചെറുക്കാനാണ്. കേരളത്തിലെ സാഹചര്യമല്ല തീരുമാനത്തിന് പിന്നിലെന്ന് എ.ഐ.സി.സി. നേതൃത്വം വിശദീകരിക്കുന്നു. കോൺഗ്രസ് സ്വീകരിച്ചത് മതേതരത്വത്തിലൂന്നിയ നിലപാടാണെന്നും സംസ്ഥാനങ്ങളിൽ പൂജകളിലോ ചടങ്ങുകളിലോ പാർട്ടി നേതാക്കൾ പങ്കുചേരുന്നത് എതിർക്കില്ല. അയോധ്യയിലെ ക്ഷേത്രത്തോട് എതിർപ്പില്ലെന്നും എ.ഐ.സി.സി. നേതൃത്വം വിശദീകരിക്കുന്നു. ഇതിലൂടെ തന്നെ ബി.ജെ.പി. പ്രചരണത്തെ നേരിടാനാണ് നീക്കം. സംസ്ഥാനതല നേതാക്കളെ പ്രതിഷ്ഠാ ചടങ്ങിന് പോകാൻ അനുവദിക്കുമെന്നും സൂചനയുണ്ട്. കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി ഉണ്ടാകാതിരിക്കാനാണ് അയോധ്യ ചടങ്ങ് കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നതെന്നാണ് ബി.ജെ.പി. പറഞ്ഞു വെക്കുന്നത്. അയോധ്യയിൽ ആർ.എസ്.എസ്. പരിപാടിയെയാണ് എതിർക്കുന്നതെന്നാണ് കോൺഗ്രസ് വിശദീകരണം. തങ്ങളെപ്പോലെ ചടങ്ങിനെ എതിർക്കുന്ന ശങ്കരാചാര്യന്മാരും ഹിന്ദു വിരുദ്ധരാണോ എന്ന് ചോദിച്ച എ.ഐ.സി.സി. നേതാക്കൾ പാർട്ടിയിൽ പരസ്യ തർക്കം വേണ്ടെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ ഗുജറാത്തിലെ പാർട്ടി നേതാവ് അർജുൻ മോധ്വാഡിയ പാർട്ടി തീരുമാനം ചോദ്യം ചെയ്ത് പ്രസ്താവന ഇറക്കി. ഇങ്ങനെ പല നേതാക്കളും അയോധ്യയിൽ ഇടഞ്ഞു നിൽക്കുകയാണ്. ന്യൂനപക്ഷ പ്രീണനം കോൺഗ്രസിന് ഗുണം ചെയ്യില്ലെന്നാണ് അവരുടെ നിലപാട്. പാർട്ടിയിൽ ദേശീയ തലത്തിൽ ഏറ്റവും സ്വാധീനമുള്ള രണ്ട് നേതാക്കൾ കെ.സി. വേണുഗോപാലും ജയറാം രമേശുമാണ്. ഇവർ രണ്ടുപേരുടെ നിലപാടാണ് അയോധ്യ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ. ഇത് പല പ്രമുഖ നേതാക്കളെയും ചൊടിപ്പിക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിന് ശങ്കരാചാര്യന്മാരുടെ നിലപാട് സഹായമായി. ശങ്കരാചാര്യന്മാർ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. മോദി പ്രതിഷ്ഠ നടത്തുന്നതിനടക്കം ശങ്കരാചാര്യന്മാർ ചോദ്യം ചെയ്തിരുന്നു. ഇതും കോൺഗ്രസ് ചർച്ചയാക്കും. ഇതോടെയാണ് ബഹുമാനപൂർവ്വം അയോധ്യ ചടങ്ങിലേക്ക് ക്ഷണം നിരസിക്കുന്നുവെന്ന് 2 ഖണ്ഡികയും 5 വരികളുമുള്ള വിശദീകരണ വാർത്താക്കുറിപ്പിൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി വ്യക്തമാക്കിയത്. ജനുവരി 22-ന് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കി ജ്യോതിർമഠം ശങ്കരാചാര്യർ രംഗത്ത് വന്നിരുന്നു. രാജ്യത്തെ 4 മഠങ്ങളിലെയും ശങ്കരാചാര്യന്മാരോ പുരോഹിതരോ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രം പൂർത്തീകരിക്കുന്നതിന് മുൻപാണ് പ്രതിഷ്ഠാ ചടങ്ങ്. പ്രധാനമന്ത്രിയാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ പൂജാരിമാരുടെ ആവശ്യം എന്താണെന്നും മോദി വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്നത് കാണാൻ പോകുന്നില്ലെന്നും പുരി ശങ്കരാചാര്യരും വ്യക്തമാക്കിയിരുന്നു. 4 ശങ്കരാചാര്യന്മാർ കൈക്കൊണ്ട തീരുമാനത്തെ മോദി വിരുദ്ധതയായി കണക്കാക്കേണ്ടതില്ലെന്നും അവർ ശാസ്ത്രവിരുദ്ധരാകാൻ ആഗ്രഹിക്കാത്തതിനാലാണ് നിലപാടെന്നും ജ്യോതിർമഠം ശങ്കരാചാര്യർ അവിമുക്തേശ്വരാനന്ദ സരസ്വതി എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു. ചടങ്ങിന് പോകാത്തതിന്റെ കാരണം ഏതെങ്കിലും വെറുപ്പോ വിദ്വേഷമോ കൊണ്ടല്ല, മറിച്ച് ശാസ്ത്രവിധി പിന്തുടരുകയും അവ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ശങ്കരാചാര്യരുടെ കടമയായതുകൊണ്ടാണ്. ഇവിടെ ശാസ്ത്രവിധി അവഗണിക്കപ്പെടുന്നു. ക്ഷേത്രം അപൂർണമായിരിക്കെയാണ് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് പറഞ്ഞാൽ ഞങ്ങളെ മോദി വിരുദ്ധർ എന്ന് വിളിക്കും. ഇവിടെ എന്താണ് മോദി വിരുദ്ധതയെന്നും അദ്ദേഹം ചോദിച്ചു. പുരി ഗോവർദ്ധൻ മഠാധിപതി നിശ്ചാനന്ദന സരസ്വതി ചടങ്ങ് ഒഴിവാക്കുമെന്ന് പ്രഖ്യാപിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ജ്യോതിർമഠം ശങ്കരാചാര്യരും നിലപാട് വിശദീകരിച്ച് രംഗത്തെത്തിയത്. ജനുവരി 22-ന് നടക്കുന്ന പരിപാടിയിലേക്ക് ശ്രീരാമ തീർത്ഥ ട്രസ്റ്റ് നേരിൽ കണ്ടാണ് കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചത്. കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാണ് നേതാക്കൾ പങ്കെടുക്കില്ലെന്ന് അറിയിച്ച് പ്രസ്താവന ഇറക്കിയത്. ചടങ്ങിനെ ബി.ജെ.പിയും ആർ.എസ്.എസും രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്നും നിർമ്മാണം പൂർത്തിയാക്കാത്ത ക്ഷേത്രത്തിലെ ചടങ്ങ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണെന്നും വിലയിരുത്തിയാണ് വിട്ടുനിൽക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം. മതം വ്യക്തിപരമായ കാര്യമാണ്. എന്നാൽ ആർ.എസ്.എസും ബി.ജെ.പിയും അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തെ രാഷ്ട്രീയ പദ്ധതിയായിട്ടാണ് വിഭാവനം ചെയ്തത്. അപൂർണമായ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ബി.ജെ.പിയും ആർ.എസ്.എസും തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. 2019 സുപ്രീം കോടതി വിധിയെ ബഹുമാനിക്കുകയും ശ്രീരാമനെ ബഹുമാനിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ വികാരങ്ങളെ മാനിക്കുകയും ചെയ്യുമ്പോൾ പരിപാടിയിലേക്കുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, അധീർ രഞ്ജൻ ചൗധരി എന്നിവർക്കുള്ള ക്ഷണം ആദരപൂർവ്വം നിരസിക്കുന്നു എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്.